പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എൻ്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞു. നിങ്ങളുടെ മെസ്സേജുകളെല്ലാം കിട്ടി, ഉപകരിക്കുന്നു എന്നൊരു സന്തോഷമുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇന്നൊരു പുതിയ കവിത പഠിക്കാം. ഉപ്പ്. സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഉപ്പ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 90 വർഷം മുമ്പ് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിത ആരംഭിക്കുന്നത്. സച്ചിദാനന്ദൻ മലയാളത്തിലെ ഒരു പ്രമുഖനായ കവിയാണ്. അദ്ദേഹം കവിതകൾ മാത്രമല്ല, ലേഖനം, നാടകം, യാത്രാവിവരണം, പരിഭാഷ എന്നീ മേഖലകളിൽ 50ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകളായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അപൂർണം, ഇവനെ കൂടി, കവിബുദ്ധൻ, മലയാളം, മറന്നുവെച്ച വസ്തുതകൾ, വിക്ക്, വീടുമാറ്റം, സച്ചിദാനന്ദൻ്റെ കവിതകൾ, അത് 3 വാല്യങ്ങളിലായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബഹുരൂപി, നിൽക്കുന്ന മനുഷ്യൻ, സച്ചിദാനന്ദൻ്റെ കവിതകൾ 1965 മുതൽ 2015 വരെയുള്ളവ തുടങ്ങിയവയാണ് കവിതാ സമാഹാരങ്ങൾ. പല ലോകം പല കാലം, യാത്രകളുടെ പുസ്തകം. മുഹൂർത്തങ്ങൾ, ഭാരതീയ കവിതയിലെ പ്രതിരോധ പാരമ്പര്യം, ദർശനങ്ങളുടെ ഋതുഭേദങ്ങൾ, മലയാള കവിതാ പഠനങ്ങൾ തുടങ്ങിയ പഠന ഗ്രന്ഥങ്ങളും, 3-ാം ലോക കവിത, കറുത്ത കവിത, ഇന്ത്യൻ കവിത തുടങ്ങിയ പരിഭാഷകളും സച്ചിദാനന്ദൻ്റേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കവി കൂടിയാണ് സച്ചിദാനന്ദൻ. കവിതയുടെ പേര് ഉപ്പെന്നാണ്. അപ്പം നോക്കാം, കവിതയൊന്ന് നോക്കാം നമുക്ക്. 90 വർഷം മുമ്പ് സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പു വറ്റിച്ച് ഞങ്ങളുണ്ടാക്കി ഒരു പിടിയുപ്പ്, മെലിഞ്ഞ ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ച ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട്. 90 വർഷം മുമ്പ് സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് വറ്റിച്ച് ഞങ്ങൾ ഉണ്ടാക്കി. എന്താണ് അവരുണ്ടാക്കിയത്? ഉപ്പാണ് അവരുണ്ടാക്കിയത്. എത്ര വർഷം മുമ്പ്? 90 വർഷം മുമ്പ്. ഇവിടെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹമാണ് പശ്ചാത്തലമായി വരുന്നത്. ഒരു പിടിയുപ്പ്, മെലിഞ്ഞ ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ച ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട്. ആ മെലിഞ്ഞ ഒരു കൈ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മഹാത്മാഗാന്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി വർദ്ധിക്കാൻ ഇടയാക്കിയ ഒരു സമരമാണ് ദണ്ഡി കടപ്പുറത്ത് വെച്ചുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം. ഇതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. നൂറ്റാണ്ടുകൾ നീണ്ട സമരത്തിലൂടെ ഇന്ത്യ സ്വതന്ത്രമാകുകയും ചെയ്തു. അങ്ങനെ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്നും ലഭ്യമായിട്ടില്ല എന്നാണ് സച്ചിദാനന്ദൻ ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നത്. സമുദ്ര തിരമാലകളുടെ വിയർപ്പ് വറ്റിച്ച ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ഒരു പിടി ഉപ്പിന് സാമ്രാജ്യത്വത്തെ പിടിച്ചുലയ്ക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ മെലിഞ്ഞ കൈയിൽ ഉയർത്തിപ്പിടിച്ച ഉപ്പിനെ ലോലമായ വെളുപ്പിൻ്റെ മൊട്ട് എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. ആ ഗാന്ധിജിയുടെ ആ കയ്യിൽ എന്നാണ് മെലിഞ്ഞ കയ്യിൽ നിന്നാണ് പ്രയോഗിച്ചത്. മെലിഞ്ഞ ആ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ആ ഉപ്പിനെ വെളുപ്പിൻ്റെ ഒരു മൊട്ട് എന്ന് കവി എന്ത് ചെയ്യുന്നു? വർണ്ണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. വിവിധ താല്പര്യക്കാരായ ഇന്ത്യക്കാരെയെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരുമിപ്പിക്കാൻ ഉപ്പ് സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഒരു കൈ പെട്ടെന്ന് വിലങ്ങണിഞ്ഞ 60,000 കയ്യുകളായി, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഉയർത്തിപ്പിടിച്ച പല കോടി മുഷ്ടികളായി അന്നു മുതൽ സത്യം തടവിലാക്കപ്പെട്ട ഉപ്പെന്നറിയപ്പെട്ടു. ഒരു കൈ സാമ്രാജ്യത്വത്തിനെതിരെ 60,000 കയ്യുകളായും അനേകായിരം മുഷ്ടികളായും ഉയർന്നു എന്ന് കവി പറയുകയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള
പല കോടി മുഷ്ടികളായി അത് മാറി. അന്നു മുതൽ സത്യം തടവിലാക്കപ്പെട്ട ഉപ്പ് എന്ന് അറിയപ്പെട്ടുവെന്ന്. രാമൻ, അള്ളാഹ്, ഖുദാ, മിശിഹ എല്ലാമായിരുന്നു ഞങ്ങൾക്കാ ഉപ്പ്. കടൽനുരയിൽ നിന്നുയർന്നു അടുക്കളയിലെത്തിയ പ്രവാചക സ്വപ്നങ്ങളുടെ നിത്യസംരക്ഷകയായ വെള്ളച്ചിറകുള്ള മാലാക. ഒരു പിടി സ്വാതന്ത്ര്യം, ഒരു പിടി സമത്വം, ഒരു പിടി സ്നേഹം, ഒരു പിടി കാരുണ്യം, ഒരു ലവണബുദ്ധൻ. രാമൻ, അള്ളാഹ്, ഖുദാ, മിശിഹ എന്നിവയുടെ എല്ലാം സ്ഥാനത്ത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഇതിൻ്റെ പ്രതീകമായി ഉപ്പ് മാറുന്നു. അവിടെ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പാഴ്സിയുടെയും ഹിന്ദുവിൻ്റെയും എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഉപ്പ് ഇവിടെ മാറുന്നത്. ആ ഒരുമയുടെ ചിറകിലേറിയാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. അപ്പം ആ ഒരുമ, എല്ലാവരും ഒന്നാണ് എന്നൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ ഒരുമയുടെ ചിറകിലേറിയാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറുന്നത്. സമത്വവും പരസ്പര സ്നേഹവും അങ്ങനെ കാരുണ്യവും എല്ലാം ഉള്ള ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും എത്രയോ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി കവി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു സമുദ്രനീലയുടെ പശ്ചാത്തലത്തിൽ വെളുത്ത ഉപ്പിൻ്റെ ഒരു പതാക. ഞങ്ങൾക്കിനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം. ഞങ്ങൾക്കിന്നും ചെവിയോർത്തിരിക്കുന്ന ശുഭ്രസമതയുടെ തുഷാര വിസ്താരം. ഞങ്ങളുടെ മാംസവും മിഴുനീരും കൊണ്ട് ശ്വേതസുഗന്ധിയായ തയമ്പുറ്റ ഒരു കൈ. 90 വർഷം മുൻപ് ഗാന്ധിജി ദണ്ഡിയിലുയർത്തിയ കലാപത്തിൻ്റെ മൺതരികൾ. പറ്റിപ്പിടിച്ച അരുകറുത്ത നീതിയുടെ ഒരു പിടിയുപ്പ്. സമത്വവും പരസ്പര സ്നേഹവും പുലരുകയും കാരുണ്യം വിഴിഞ്ഞൊഴുകുകയും ചെയ്യുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും എത്രയോ ദൂരം നമുക്ക് നടക്കാനുണ്ട്. സമത്വവും പരസ്പര സ്നേഹവും അതുപോലെ കാരുണ്യവും ഉള്ള ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് ധാരാളം ദൂരം, ഇനിയും എത്രയോ ദൂരങ്ങൾ താണ്ടേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യനീതി എല്ലാ തലത്തിലും പ്രവർത്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുന്നത്. ഞങ്ങൾക്ക് ഇനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിലൂടെ ഇക്കാര്യം കവി വ്യക്തമാക്കുന്നുണ്ട്. നീതി നിഷേധങ്ങളുടെ, ജനാധിപത്യ വിരുദ്ധതകളുടെ സമകാലിക അനുഭവങ്ങളാവാം കവിയെക്കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്. അരികറത്ത നീതി എന്ന് പ്രയോഗിക്കാൻ കവിയെ പ്രേരിപ്പിച്ചതും ഇതാകാം. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചത് ഒരു പിടി ഉപ്പായിരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഉപ്പായി ഗാന്ധിയൻ ആദർശങ്ങളെ കവി കാണുന്നതായി കരുതാം. സച്ചിദാനന്ദൻ്റെ ഉപ്പ് എന്ന കവിത ഉപ്പ് സത്യാഗ്രഹം ഉണർത്തിയെടുത്ത ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ കവിത ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെക്കുറിച്ചുള്ളതാണ്. എങ്ങനെ ഉപ്പ് സത്യാഗ്രഹം ഉണർത്തിയെടുത്ത ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെക്കുറിച്ചുള്ളതാണ്. 90 വർഷം മുമ്പ്, അതായത് ഈ കവിത എഴുതുന്നത് 2020 സമുദ്രത്തിലെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് വറ്റിച്ചാണ് ഒരു പിടി ഉപ്പ് ഇന്ത്യ ഉണ്ടാക്കിയത്. വെളുപ്പിൻ്റെ ഒരു മൊട്ടായി ആ മെലിഞ്ഞ കൈ, ഗാന്ധിജിയാണ് സൂചിപ്പിക്കുന്നത്, അത് ഉയർത്തിപ്പിടിച്ചു. ഇനി വെളുപ്പിൻ്റെ മൊട്ട്, സമാധാനത്തിൻ്റെ നിറമാണ് വെളുപ്പ്. സമരം അഹിംസയിൽ അടിയുറച്ചതാണെന്ന് വെളുപ്പിൻ്റെ മൊട്ട് എന്ന പ്രതീകത്തിലൂടെ കവി വ്യക്തമാക്കുന്നു. ആ കൈകളിൽ സാമ്രാജ്യത്വം വിലങ്ങണിയിച്ചു. പക്ഷേ അത് എണ്ണിയാൽ ഒടുങ്ങാത്ത പല കോടി മുഷ്ടികളായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഉയർന്നു. സത്യം തടവിലാക്കപ്പെട്ടത് ഉപ്പാണെന്ന് സാമ്രാജ്യത്വം മനസ്സിലാക്കിയില്ല. എല്ലാ ജനങ്ങൾക്കും, ഹിന്ദുവിനും മുസ്ലിമിനും ഹുദായ്ക്കും ക്രിസ്ത്യനും എല്ലാവർക്കും ഉപ്പ് ആവശ്യമാണ്. അത് എല്ലാവരുടെയും അടുക്കളയിലെത്തുന്ന വെള്ളിച്ചിറകുള്ള മാലാഖയാണ്. അതെല്ലാവരുടെയും അടുക്കളയിലേക്ക് എത്തുന്ന വെള്ളിച്ചിറകുള്ള മാലാഖയാണ്. അത് സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്,
ഒരു ലവണ ബുദ്ധനാണത്. നോക്കുക, ഉപ്പ് സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്, ഒരു ലവണ ബുദ്ധനാണ്. എന്താണ് ലവണ ബുദ്ധൻ നോക്കുക. ബുദ്ധന് ബോധോദയം എന്നതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. അതായത് ബുദ്ധന് ബോധോദയം എന്നതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. ജനങ്ങളുടെ ആഹാരത്തിന് കപ്പം ചുമത്തുന്നവർ എന്തും ചെയ്യുമെന്ന ചിന്ത ജനങ്ങൾക്കുണ്ടായി. അപ്പം ജനങ്ങളുടെ ആഹാരത്തിന് കപ്പം ചുമത്തുന്ന ആൾക്കാർ അവർ ഇനി എന്തെല്ലാം കാര്യങ്ങളിൽ ഇങ്ങനെ കപ്പം ചുമത്തും, ആ ഒരു ചിന്തയാണ് ജനങ്ങളിൽ ഉണ്ടായത്. സമുദ്രനീലയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന വെളുത്ത ഉപ്പിൻ്റെ ഈ പതാക സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഉയർത്തി നിൽക്കും. സമുദ്രനീലയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന വെളുത്ത ഉപ്പിൻ്റെ ഈ പതാക സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഉയർത്തി നിർത്തും. ഞങ്ങളുടെ മാംസവും മിഴിനീരും കൊണ്ട് തീർത്തെടുത്തതാണ് തഴമ്പുറ്റ ശ്വേതസുഗന്ധിയായ ആ കയ്യ്. അത് ശുഭ്രസമതയുടെ തുഷാര വിസ്താരമാണ്, കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ 90 വർഷം മുമ്പ് ഗാന്ധിജിയാണ് കലാപത്തിൻ്റെ മൺതരികൾ പറ്റിപ്പിടിച്ച അരികുകറുത്ത നീതിയുടെ ഒരു പിടി ഉപ്പ് ദണ്ഡിയിൽ ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ നീതി അപ്പോഴും അരികുകറുത്തതായി നിൽക്കുന്നു. കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്ന പദം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇരുണ്ട കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം എന്ന പദം എന്തിനെയാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇരുണ്ട കാലത്തെ സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം ദർശനം നൽകാതെ അകന്നകന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം ദർശനം നൽകാതെ അകന്നകന്ന് പോകുന്നു. അതുപോലെ ശുഭ്രസമതയുടെ തുഷാര വിസ്താരം, ശാന്തി, സമാധാനം, സ്നേഹം തുടങ്ങിയവ വ്യാപിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. ശുഭ്രസമതയുടെ തുഷാര വിസ്താരം എന്തൊക്കെയാണ്? ശാന്തി, സമാധാനം, സ്നേഹം തുടങ്ങിയവ വ്യാപിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അരികുകറുത്ത നീതിയുടെ ഒരു പിടിയുപ്പ്, നീതി എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്നില്ല എന്ന സൂചനയാണ് ഈ പദത്തിലുള്ളത്. അരികുകറുത്ത നീതിയുടെ ഒരു പിടിയുപ്പ്, നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നില്ല. അപ്പോൾ സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് വറ്റിച്ച് എന്ന പ്രയോഗം നോക്കിയാലോ. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദാഹത്തിൻ്റെ അടങ്ങാത്ത അലകൾ എന്നാണ് അർത്ഥം കിട്ടുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദാഹത്തിൻ്റെ അടങ്ങാത്ത അലകൾ, സമുദ്രത്തിലെ നിരന്തര തരംഗങ്ങൾ എന്ന് കവി വിചാരിക്കുന്നു. ഉപ്പ് ഈ കവിതയിൽ ഏതെല്ലാം അർത്ഥതലങ്ങളിലാണ് കവി ഉയർത്തുന്നത് നോക്കാം. ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു. അടുക്കളയിലെത്തിയ പ്രവാചക എന്നൊരു പ്രയോഗമുണ്ട്. അടുക്കളയിലെത്തിയ പ്രവാചക. പിന്നെ വെള്ളിച്ചിറകുള്ള മാലാക. 3 ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു, അടുക്കളയിലെത്തിയ പ്രവാചക, വെള്ളിച്ചിറകുള്ള മാലാക. വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു എന്ന് പറയുന്നത് അവിടെ പറയുന്ന വരി ഇങ്ങനെയാണ്: രാമൻ, അള്ളാഹ്, ഖുദാ, മിശിഹ എല്ലാമായിരുന്നു ഞങ്ങൾക്ക് ആ ഉപ്പ്. രാമൻ, അള്ളാഹ്, ഖുദാ, മിശിഹ എല്ലാമായിരുന്നു ഞങ്ങൾക്കുപ്പ്. ഉപ്പ് എന്ന കവിത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.